മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പോലീസ് സേന അപമാന ഭാരത്താൽ തല കുനിച്ചു നിൽക്കുകയാണിപ്പോൾ. പല്ലും നഖവും നഷ്ടപ്പെട്ട പുലിയുടെ അവസ്ഥയാണ് ഇന്നത്തെ പോലീസിന്. ഒരു കാലത്ത് സിനിമകളിൽ നാം കണ്ടിട്ടുള്ള പോലീസ് വില്ലൻ കഥാപാത്രങ്ങളെ പോലെയായിരുന്നു. കാണുന്ന ആർക്കും അവരോട് ഭയം തോന്നിയിരുന്നു. ശരിക്കും യഥാർത്ഥ പോലീസും ആ കാലഘട്ടത്തിൽ എല്ലാവരിലും ഭയം നിറയ്ക്കുന്നതായിരുന്നു. പിന്നീട് കാലം കടന്നുപോയപ്പോൾ പോലീസിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടി വന്നു. ഒറ്റപ്പെട്ട ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണവും എല്ലാം പർവ്വതീകരിച്ച് പോലീസിനെ കടന്നാക്രമിച്ച് പല്ലുപോയ സിംഹത്തിന്റെ അവസ്ഥയിൽ കാക്കിപ്പടയെ ആക്കിയതിൽ ഇവിടുത്തെ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ പങ്കാണുള്ളത്. എന്തു ചെയ്താലും പോലീസ് മർദ്ദിക്കില്ലെന്ന ഒരു ആത്മവിശ്വാസം ഇന്നത്തെ പ്രതികൾക്കുണ്ട്. ജയിലിൽ അടക്കപ്പെട്ടാൽ അധികം താമസിയാതെ ജാമ്യത്തിൽ പുറത്തിറങ്ങാമെന്നും നല്ലൊരു വക്കീലുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്നും ഊരിപ്പോകാമെന്നും ഇക്കൂട്ടരെ നയിക്കുന്ന ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം തന്നെയാണ് കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമരയെ ഇരട്ട കൊലപാതകത്തിനും പ്രേരിപ്പിച്ചത്. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുന്നതിനപ്പുറം പോലീസ് യാതൊന്നും ചെയ്തില്ല. ഇന്നത്തെ കാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ വിവിധ ലഹരി മരുന്നുകൾക്ക് അടിമകളാകുന്ന അപകടകരമായ സാഹചര്യമാണുള്ളത്. ലഹരിയുടെ പുറത്ത് എന്തും ചെയ്യാമെന്ന അവസ്ഥയിൽ ചെറുപ്പം എത്തുന്നത് പോലീസിനും വലിയ വെല്ലുവിളിയാണ്. പോലീസിന് നേരെയുള്ള അക്രമങ്ങൾ തുടർച്ചയായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കാക്കിയെ കണ്ടാൽ ഓടുന്നവർ കാക്കിയെ കൈവയ്ക്കാമെന്ന മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇത് നാടിന് ഗുണകരമല്ല. പത്തനംതിട്ടയിൽ നിന്നും പുറത്തു വന്ന ഒരു വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇവിടെ ഒരു SIയെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ച് +2 വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥി ബസ് സ്റ്റാൻഡിൽ കറങ്ങി നടക്കുന്നത് ചോദ്യം ചെയ്ത പത്തനംതിട്ട സ്റ്റേഷനിലെ SI ജിനുവിനാണ് ക്രൂരമായി മർദ്ദനമേറ്റിരിക്കുന്നത്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജനുവരി 28-ന് വൈകിട്ടായിരുന്നു പോലീസിനെയും നാടിനെയും ഞെട്ടിച്ച സംഭവം നടന്നത്. പുതിയ സ്വകാര്യ സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനികളെ കമന്റടിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ SIയും സംഘവും അവിടെ കറങ്ങി നടന്ന വിദ്യാർത്ഥിയോട് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ SIയോട് തട്ടിക്കയറുകയാണ് ഉണ്ടായത്. ഇത് പറയാൻ താൻ ആരാണെന്ന് SIയോട് ചോദിച്ച വിദ്യാർത്ഥിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് ജീപ്പിനരികിലേക്ക് പോയപ്പോൾ അപ്രതീക്ഷിതമായി വിദ്യാർത്ഥി പിന്നിൽ നിന്നും SIയെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. താഴെ വീണ SIയുടെ തലയിൽ കമ്പുകൊണ്ട് അടിച്ച് വിദ്യാർത്ഥി പരിക്കേൽപ്പിച്ചു. തുടർന്ന് മറ്റു പോലീസുകാരുടെ സഹായത്തോടെയാണ് അക്രമിയെ കീഴടക്കി SI ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നത്. നാട്ടുകാർ നോക്കി നിൽക്കെ SIയെ അടിച്ചിടുന്നതിന് ഈ വിദ്യാർത്ഥിക്ക് ധൈര്യം നൽകിയതും പോലീസ് തിരിച്ചു തന്നെ ഒന്നും ചെയ്യില്ലെന്ന ഉറപ്പിൽ തന്നെ ആകുവാനാണ് സാധ്യത. അന്യായമായ പോലീസ് മർദ്ദനങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ന്യായമായ പോലീസ് നടപടികളെ അംഗീകരിക്കാനും സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ചെന്താമരമാരുടെ എണ്ണം ഇവിടെ വർദ്ധിക്കുക തന്നെ ചെയ്യും.